ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനാചരണം നടത്തരുതെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ നിർദ്ദേശം. പരിപാടി സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിനും സാമുദായിക സ്പർദ്ധ വളർത്തുന്നതിനും കാരണമാകും. എല്ലാ കോളേജുകൾക്കും അടിയന്തരമായി അറിയിപ്പ് നൽകണമെന്ന് മന്ത്രിയുടെ ഉത്തരവ് വന്നു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ, ഗുഡ് മോർണിംഗ്. അലക്സ, ഭരണഘടനാ വകുപ്പ് പ്രകാരം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലവനായിരിക്കുന്ന ഗവർണറുടെ സർക്കുലറിന് കൗണ്ടറായിട്ടാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ സർക്കുലർ വന്നിരിക്കുന്നത്. പറയൂ. ഗുഡ് മോർണിംഗ്. SKN ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നിർദ്ദേശം, അതായത് ഓഗസ്റ്റ് 14 ഇന്നേ ദിവസം വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശം പൂർണ്ണമായി തള്ളുന്നു സംസ്ഥാന സർക്കാർ. അത് ഔദ്യോഗികമായി തന്നെ തള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സർവകലാശാല അക്കാദമിക ഡീൻമാർക്ക് ഇമെയിൽ മുഖേന ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ കോളേജുകളിലൊന്നും, എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജുകളിലൊന്നും ഒരു കോളേജുകളിലും ഇത്തരത്തിൽ ഗവർണർ നിർദ്ദേശിച്ച വിഭജന ഭീതി ദിന പരിപാടി സംഘടിപ്പിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ നിലപാടായി മന്ത്രി അറിയിച്ചിരിക്കുന്നത്. പരിപാടി സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിനും സാമുദായിക സ്പർദ്ധ വളർത്തുന്നതിനും കാരണമാകുമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജുകൾക്കും അടിയന്തരമായി അറിയിപ്പ് നൽകണമെന്ന അക്കാദമിക ഡീൻമാർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇമെയിലിലൂടെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സർക്കാർ ഗവർണർ പോര് ഇതോടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യം കൂടുതൽ ഉറപ്പായി. എന്താണെങ്കിലും ഇന്ന് ചില കോളേജുകൾ, അതായത് ABVPക്ക് ആധിപത്യമുള്ള ചില കോളേജുകളിൽ അവർ ഈ ദിനം ആചരിക്കുമെന്ന്, വിഭജന ഭീതി ദിനം ആചരിക്കുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഓരോ ക്യാമ്പസുകളാണ് ABVP അതിനായി തിരഞ്ഞെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് ധനുവച്ചപുരം കോളേജിൽ അവർ രാവിലെ 11:30 മണിക്ക് ദിനം ആചരിക്കുമെന്നാണ് ABVP അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് തടയുമെന്ന് SFIയും KSUം ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും അത് കാത്തിരുന്ന് കാണണം. SKN. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.